ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. നിങ്ങളുടെ വിഷയമാണ്. നമുക്ക് ഇന്ന് ചുറ്റും ഓരോ വീട്ടിലും പണ്ടത്തെ പോലെയല്ല, ഓരോ വീട്ടിലും ഓരോ കുട്ടി വൈകല്യങ്ങളോ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന പല രോഗങ്ങളും. അതിനൊത്തിരി പേരിട്ടിട്ടുണ്ട്. അത് നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറിൽ ഒതുങ്ങൂലാത്ത അത്രയും പേരുകളാണ്. ഇന്നെനിക്കൊരു പുതിയ അനുഭവമാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ വർഷത്തിലൊരിക്കൽ ജന്മനാൾ ആഘോഷിക്കും. ഞാൻ ദിവസവും ജന്മനാൾ ആഘോഷിക്കുന്ന ഒരാളാണ്. കാരണം ഇന്ന് നേരം വെളുത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാനായിട്ട് എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇന്നലെ കിടന്നത്. ശ്രമിക്കാം എന്ന് വിചാരിച്ചാണ് കിടന്നത്. പക്ഷേ ഒരു ശക്തി എഴുന്നേൽപ്പിച്ചു. അവിടുന്ന് ദിനചര്യകളൊക്കെ നടത്തി സാധാരണ വരുന്നത് പോലെ തന്നെ എനിക്ക് വണ്ടി ഓടിച്ച് വരാൻ സാധിച്ചു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് കുറച്ചും കൂടെ വന്നു. എൻ്റെ വിഷമം മാറിയാണ്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് നന്നായിട്ട് വീണു എന്ന് വെച്ചാൽ ഇവിടെ അടിച്ചിട്ട് ഫ്ലൈയിങ് സ്റ്റൈലിൽ ഫുട്ബോളൊക്കെ തെറിച്ച് പോകുന്ന പോലെ ഞാൻ തെറിച്ച് എൻ്റെ കാറിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ വീണുകൊണ്ട് അങ്ങേ സൈഡിലെ കാറിൻ്റെ ഡോറ് ചളങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അത്രയും ആ ഡോറ് ചളങ്ങിയെങ്കിൽ ഞാൻ ചെന്ന് വീണ വീഴ്ച ചെറുതല്ല. അത് ആ റണ്ണിങ് ബോർഡിൻ്റെയും മണ്ണിൻ്റെയും ഇടയിൽ എൻ്റെ നട്ടലിനെ അങ്ങ് അകത്തോട്ട് തള്ളിക്കൊണ്ടുപോയി. എഴുന്നേറ്റു. എന്നെ എല്ലാവരോടും കൂടി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ ഫോഴ്സ് എടുക്കാൻ പോയില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഈ ചതവിനൊരു മരുന്നുണ്ട്. അപ്പോൾ അതിട്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ടെങ്കിലും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാതെയായപ്പോൾ എനിക്ക് തോന്നി ഒന്നിയിൽ ഞരമ്പ് എവിടെയെങ്കിലും ജാമായി, നട്ടലിൽ പൊട്ട് വീഴാം. പക്ഷെ നീര് വരാത്തത് കൊണ്ട് നട്ടലിന് പൊട്ട് വീണില്ല എന്ന് ഉറപ്പിച്ചു. എനിക്ക് മരുന്നുകൊണ്ട് ഞാൻ തിരുമാൻ പഠിച്ചില്ല, വർമ്മം നോക്കി ഞെക്കാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തന്ന അനുഗ്രഹം പിടിച്ച ആ മരുന്ന് തേച്ചാൽ മതി, അതിൻ്റെ ഗുണം കിട്ടും. നമ്മൾ ഈ അലോപ്പതി മരുന്നിൽ പെയിൻ ബാം മേടിച്ചിട്ട് തേക്കൂലേ എന്ന് പറഞ്ഞതുപോലെ സ്ഥാനമൊന്നും നോക്കണ്ട, വേദനയുള്ള സ്ഥലത്ത് അത് പുരട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ സ്വയം പണിയെടുത്തോളും. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റ് തിരുമാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തിരുമാൻ അറിയാവുന്ന സ്ഥലം മണ്ണാർക്കാട് നിന്ന് സത്യമംഗലം വരെ പോകേണ്ടി വന്നു. ഏതാണ്ട് 150 കിലോമീറ്ററോളം. അങ്ങോട്ട് പോകാൻ എനിക്കെടുത്ത സമയം 7 മണിക്കൂറാണ്. കാരണം അനങ്ങിയ എൻ്റെ ജീവൻ പോവുക. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ എത്തിച്ചു. വിദഗ്ധരായ ആൾക്കാർ, ഏത് എല്ല് നമ്മുടെ പൊട്ടിയാലും, വാരിയെല്ലായിക്കോട്ടെ ബട്ടക്സിൽ എല്ലാം ആയിക്കോട്ടെ, പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടൽ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലേക്ക് ആദ്യം പോവുക. എന്നെ എടുത്ത ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. അപ്പം എനിക്കറിയാം, ആശുപത്രി പോവുകയാണെങ്കിൽ അവരുടനെ എക്സ്റേ എടുക്കും. കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് ഒരു ഞരമ്പ് അവിടെയുണ്ട്, നമുക്കത് ഉടനെ ഓപ്പറേഷൻ ചെയ്ത് അത് വിടുതലാക്കണം. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാനുള്ള മാർഗ്ഗമേ നോക്കുകയുള്ളൂ. അതിന് ഞാൻ ഖണ്ഡിച്ചുകൊണ്ട് പോയി. നിങ്ങളുടെയും വീടുകളിലും പരിസരത്തും പരിചയപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇതുപോലെ ആരെങ്കിലും വീഴുകയോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും പറ്റുകയോ ചെയ്ത് എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ദൂരം നോക്കണ്ട, കഷ്ടപ്പാട് നോക്കണ്ട, ആ അന്നത്തെ കഷ്ടപ്പാട് മാത്രം മതി. എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്ക്. ശിങ്കിരിപാളയം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ശിങ്കിരിപാളയം സത്യമംഗലത്തിനടുത്താണ്. കോയമ്പത്തൂരിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരം. അവിടെ ചെന്നാൽ നമ്മളൊന്ന് ഭാവനയിലെടുക്കുക. നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അലോപ്പതി ആശുപത്രിയിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ ചെന്ന് എന്താ വേണ്ടേ,
എന്താ വേണ്ടേ? ശിങ്കിരി പാളയം. ആ, സത്യമംഗലം അടുത്ത് ശിങ്കിരി പാളയം ഫേമസാണ്. അപ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ വേഗം ഉന്തുവണ്ടി കൊണ്ടുവന്നു കയറ്റി കിടത്തി. സൂട്ടും കോട്ടും ഇട്ട ആൾക്കാരൊക്കെ വന്ന്. അവിടെ ഒന്നും ഇതങ്ങനെയില്ല. അവിടെ ചെന്ന് ഒരു ഷീറ്റ് തറയിൽ വിരിച്ചിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്സിഡൻ്റായി, ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു ആയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കിടക്കൂല, കാരണം എനിക്ക് ചുളി ഒന്നും ഇങ്ങനെ ആവാൻ പറ്റണില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ കമത്തി കിടത്തി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ജീവൻ പോവും. അവിടെ കിടത്തി എണ്ണ പുറത്തൊഴിച്ച് കൃത്യം കയ്യ് ആ സ്പോട്ടിൽ ചെന്നു. ആ സ്പോട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവിടെയാണ് എൻ്റെ സ്പോട്ട്. അപ്പോൾ ഈ നമ്മുടെ വാരിയലിൻ്റെ നമ്മുടെ നട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്ക് മസിലും ഞരമ്പും കൂടെ ജാമായി കയറിയിരിക്കുക. അപ്പോൾ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഒന്ന് ശാന്തമായിട്ട് കിടന്നു. ആ കൈ കൊണ്ടൊന്ന് ഒരു വിരലും കൊണ്ട് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ കിടന്നൊരു ശബ്ദം കേട്ടു. എനിക്കൊരു സുഖം കിട്ടി. വേദനയ്ക്ക് പകരം ഒരു സുഖം കിട്ടി. അതെൻ്റെ കാര്യം. അവിടെ ഇങ്ങനെ ഞാൻ ഒത്തിരി പേരെ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. ഈ കക്കൂസിൽ തെന്നി വീണും എല്ലൊടിഞ്ഞ് ഉടനെ കമ്പി ഇടണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്ന സ്ഥലത്തുനിന്ന് എന്നെ അറിയുന്ന ആൾക്കാരാണ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഉടനെ ആംബുലൻസിൽ കയറ്റിക്കോ, സ്ഥലത്തേക്ക് വിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കിടത്തിയിട്ടിട്ട് തുണി കറക്റ്റായിട്ട് ചുറ്റി. അങ്ങനത്തെ സ്ഥലം കേരളത്തിൻ്റെ കാസർഗോഡിൻ്റെ അപ്പുറം കണ്ട ഒരു സ്ഥലത്തും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്നാലും എല്ലാ സ്ഥലത്തേക്കാളും സൗത്ത് ഇന്ത്യൻ സൈഡിൽ നോക്കുമ്പോൾ ഈ സ്ഥലത്താണ് അവരാ എണ്ണയിട്ട് ആ കൃത്യ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലും പിടിച്ച് ഈ മുള കൊണ്ട് ചീകി മെനക്കിയിട്ടുള്ള കമ്പ് വെച്ച് അനങ്ങാത്ത രീതിയിൽ കെട്ടിയിട്ടാൽ 21 ദിവസം തികയുന്നതിന് മുമ്പ് ആ സ്ഥലം പഴയതിനേക്കാളും ബലവത്താവും. നമ്മൾ 90 ദിവസം പ്ലാസ്റ്റർ ഇട്ട് കിടന്നാലും നേരെയാവില്ല. എനിക്ക് ഒരിക്കൽ ഒരു കുട്ടിയുടെ അമ്മ കാലിൻ്റെ പാദത്തിൽ ഇതേപോലെ ഫ്രാക്ചറുണ്ടായി അമേരിക്കയിൽ നിന്ന് വന്നതാണ്. 4 കൊല്ലമായി അത് ശരിയായില്ല. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, കൊച്ചിന് ചികിത്സ ഇവിടെ തരാം, നിങ്ങൾ അവിടം വരെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം പിടിച്ചിട്ട് അവർ പോണതിന് മുമ്പ് കാല് ശരിയാക്കി കൊണ്ടുപോയി. അത്രയും കഴിവുള്ള നമ്മുടെ മലയാളികളുടെ ഇടയിലും വൈദ്യന്മാരുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിവുള്ള ഇല്ല അവിടെ ചെല്ല് കെട്ടുക 400 രൂപയുടെ ഇടപാടേ ഉള്ളൂ. ആ എണ്ണയ്ക്ക് ഒരു 1 ലിറ്റർ എണ്ണയും തരും, കൊണ്ടുപോയി ഒഴിച്ചോളാൻ പറയും. 100%. അവിടെ സംശയം എന്ന് പറഞ്ഞ സാധനം വേണ്ട, നമുക്ക് സംശയിക്കുകയേ വേണ്ട. അവരേറ്റെടുത്തതാണോ അത് കറക്റ്റാവും. ഓ അങ്ങോട്ട് കൊണ്ടുപോയി ചെന്നാൽ മതി. സ്ട്രോക്കല്ല, എല്ല് പൊട്ടി അസ്ഥി ഇതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മുടെ നാട്ടിലും ലോകത്തും പഴയ കാലത്തെ അറിവുള്ള ആളുകളെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറ എങ്ങനെയാ തല്ലിക്കിടത്തണ്ടേ എന്ന് വിചാരിച്ചു. നമ്മുടെയൊക്കെ മക്കൾ ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ടാലും അമ്മയ്ക്ക് വട്ടായിട്ട് അവിടെ പോയി ആ വർത്തമാനം കേൾക്കാൻ പോയേ എന്ന് പറയുന്ന മക്കളുള്ള ആളുകളുടെ കാരണവന്മാർ തന്നെയാണ് നമ്മളൊക്കെ. അപ്പോൾ ഇന്ന് വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെയാണ് വളർത്തിയതും. കാരണം മക്കളെ വളർത്തിയത് CBSE സിലബസിലും ഏറ്റവും നല്ല സ്കൂളിലും പഠിപ്പിക്കാനായിട്ടാണ്. സ്നേഹം എന്ന് പറയുന്ന 2 അക്ഷരത്തെ പഠിപ്പിക്കാനല്ല. അവർ നന്നായിട്ട് പഠിച്ച് ഒരു ഉദ്യോഗം കിട്ടി വരുമാനം ഉണ്ടാക്കാനാണ് നമ്മളിന്ന് മക്കളെ വളർത്തുന്നത്. അതിൻ്റെ ഒരു
സൈഡ് എഫക്റ്റാണ് അറിവുകളില്ലാതെയായി പോയത്. ഇന്ന് ശാസ്ത്രജ്ഞന്മാരുണ്ട്, PhD എടുത്ത, ഡോക്ടറേറ്റ് എടുത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിട്ടോ മുതിർന്ന ആളായിട്ടോ അങ്ങനെ ഒപ്പിട്ടാലാണ് മറ്റേ താഴെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റിൽ വരുമ്പോൾ കാർഷികമാണ്. നമുക്ക് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ നല്ല കർഷകൻ കൃഷി ചെയ്താലേ പറ്റുള്ളൂ. PhD-ക്കാരൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷമയമായ ഭക്ഷണമേ കിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവരും മനസ്സിലാക്കി കാണും. കൈവിട്ടു പോയി. റോഡെല്ലാം വീതി കൂട്ടും, ഉണ്ടായ മരങ്ങളെല്ലാം വെട്ടിക്കളയും, പകരം ഒരു മരം വെച്ച് പിടിപ്പിക്കാനുള്ള യാതൊരു തത്രപ്പാടുമില്ല. നമ്മൾ വീട് പണിയും, മുറ്റം മുഴുവനും കോൺക്രീറ്റ് ചെയ്യും, ഒരു കീഴാർനെല്ലി പോലും കിട്ടാനില്ല. അങ്ങനെ ഒരു കുറുന്തോട്ടി കിട്ടാനില്ല. ഞാൻ അത്ഭുതം വിചാരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ആയുർവേദ സ്ഥാപനമാണ് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. അവരാണെങ്കിൽ ക്ഷീരബല 101 ആവർത്തിക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളും കുറേയൊക്കെ കുറുന്തോട്ടി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ കുറുന്തോട്ടി ഇല്ലാതെ എങ്ങനെ കുറുന്തോട്ടിയുടെ മരുന്നുണ്ടാക്കും എന്നുള്ളതാണ് ഒരു സംശയം. പക്ഷേ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയ്ക്ക് ഇഷ്ടം പോലെ കുറുന്തോട്ടിയുടെ ആവശ്യമുണ്ട്. പക്ഷെ പറിച്ചു കൊടുക്കുന്നവരെല്ലാം കുറുന്തോട്ടിയല്ല, കുറുന്തോട്ടി കണ്ടാൽ കുറുന്തോട്ടി പോലെ ഇരിക്കുന്ന സാധനമാണ് കൊണ്ടുപോകുന്നത്. അതിനെ ഇടിച്ച് ചതച്ച് മരുന്നുണ്ടാക്കി കൊടുത്തു വിടുകയാണ്. ആദ്യമേ തന്നെ ഫേമസ് ആയതുകൊണ്ട് അത് ഏത് തീർത്ഥമായാലും വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കഷായം കുടിക്കാൻ പോയാൽ 1 വർഷം കഴിച്ചാലും രോഗം മാറില്ല, കാരണം പ്രിസർവേറ്റീവ് ചേർക്കുക. അതേസമയം ഒരു വൈദ്യൻ കഷായം ഉണ്ടാക്കി തന്ന് അത് കുടിച്ചാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗുണം അറിയാൻ തുടങ്ങും. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ആധുനിക രീതിയിൽ എല്ലാം മിന്നുന്നതൊക്കെ പൊന്നായിട്ടാണ്. കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ലാണ്. പക്ഷെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്യങ്ങൾ കാണുന്നതും ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം അട്രാക്റ്റീവായിട്ട് എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ അതിനെ വിശ്വസിക്കുന്ന ഒരാളുകളായി മാറിപ്പോയി.